അച്ഛാ, ഞാനിങ്ങനെ പറയുന്നതുകൊണ്ട് അച്ഛനൊന്നും തോന്നരുത്. അമ്മയ്ക്ക് വേറെ ഏതോ ബന്ധമുണ്ടെന്നാണ് തോന്നുന്നത്. ഈയിടെയായി അമ്മ ഞങ്ങളുടെ കാര്യങ്ങളൊന്നും ശ്രദ്ധിക്കുന്നില്ല. എപ്പോഴും ഫോണിലാ. ആരെയെങ്കിലുമൊക്കെ വിളിച്ചുകൊണ്ടിരിക്കും. ഞങ്ങൾ അടുത്തേക്ക് ചെല്ലുന്നത് കണ്ടാൽ പിന്നെ വിളിക്കാമെന്ന് പറഞ്ഞ് കട്ട് ചെയ്യും. അതുപോലെ ഇപ്പോൾ അമ്മയുടെ ഫോൺ ഞങ്ങൾക്ക് തരാറുമില്ല. ഞങ്ങൾ എന്താ അച്ഛാ ചെയ്യുക? മൂത്ത മകൾ കുഞ്ഞാറ്റ കരഞ്ഞുകൊണ്ട് ചോദിക്കുമ്പോൾ സുധീഷ് ഞെട്ടിപ്പോയി. അമ്മ അവിടെ ഉണ്ടെങ്കിൽ ഇങ്ങോട്ട് വിളിക്ക്, ഞാൻ സംസാരിക്കാം അവളോട്, സുധീഷ് കലിപ്പോടെ പറഞ്ഞു. അയ്യോ വേണ്ടച്ചാ, ഞാനിങ്ങനെ അച്ഛനോട് പറഞ്ഞെന്നറിഞ്ഞാൽ അമ്മ എന്നെ കൊല്ലും. കുഞ്ഞാറ്റയുടെ മുഖത്ത് പേടി നിറഞ്ഞു. അങ്ങനെയാണെങ്കിൽ അച്ഛൻ നേരിട്ട് വന്ന് അമ്മയുടെ കള്ളത്തരം കയ്യോടെ പിടിച്ചോളാം. അമ്മ നമ്മളെ ചതിക്കുകയാണെങ്കിൽ അവളെ ഞാൻ വെറുതെ വിടില്ല. സുധീഷിന്റെ മുഖത്ത് ദേഷ്യം നിറഞ്ഞു. അച്ഛാ, അച്ഛനിങ്ങോട്ട് വരുന്നതായിരിക്കും നല്ലത്. പിന്നെ അമ്മ അച്ഛനെ അറിയിക്കാതെ എവിടെയോ ജോലിക്ക് പോകുന്നുണ്ട്. അമ്മ ആരോടോ ഫോണിൽ പറയുന്നത് കേട്ടപ്പോഴാ ഞാനതറിഞ്ഞത്. ഞങ്ങൾ സ്കൂളിൽ നിന്ന് വന്ന ശേഷമാണ് അമ്മ വരുന്നേ. മിക്കവാറും ഏതോ ഒരു മാമൻ കാറിൽ കൊണ്ടുവിടാറാ പതിവ്. അതാരാണെന്ന് ചോദിച്ചിട്ട് പറഞ്ഞില്ല. ഇതൊന്നും ഞങ്ങൾ അറിയേണ്ട ആവശ്യമില്ലെന്നും അച്ഛനോട് ഇതെങ്ങാനും പറഞ്ഞാൽ കൊന്നു കളയുന്നൊക്കെ പറഞ്ഞ് പേടിപ്പിച്ചു. പക്ഷെ അമ്മ എന്തോ തെറ്റ് ചെയ്യുന്നുവെന്ന് തോന്നിയതുകൊണ്ടാ അമ്മ കുളിക്കാൻ പോയ സമയത്ത് അച്ഛനെ വിളിച്ച് ഞാനിത് പറഞ്ഞത്, കുഞ്ഞാറ്റ പറഞ്ഞു. ഇത് എത്ര നാളായി തുടങ്ങിയിട്ട്? സുധീഷ് ചോദിച്ചു. ഞാൻ അറിഞ്ഞിട്ട് ഒരാഴ്ചയായി അച്ഛാ. അമ്മയെ പേടിച്ചിട്ടാ ആരോടും പറയാത്തത്. തൽക്കാലം മോളിത് ആരോടും പറയണ്ട. അച്ഛൻ വന്നിട്ട് എല്ലാരെയും അറിയിക്കാം. സുധീഷ് ഫോൺ വെച്ചിട്ട് കസേരയിൽ ചാരിയിരുന്നു. ഞാനിവിടെ കിടന്ന് കഷ്ടപ്പെട്ടുണ്ടാക്കുന്ന പൈസ വാങ്ങി തിന്നിട്ട് എന്നെ ചതിക്കാൻ നിനക്ക് എങ്ങനെ തോന്നി? ഞാൻ അയച്ചു തരുന്നത് പോരാഞ്ഞിട്ടാണോ നീ ജോലിക്കെന്ന് പറഞ്ഞ് കണ്ടവന്മാരുടെ കൂടെ അഴിഞ്ഞാടി നടക്കാൻ പോകുന്നത്? ഞാൻ 3 കൊല്ലമായി നാട്ടിൽ വരാതിരിക്കുന്നത് നീയൊരു അവസരമായി കണ്ടല്ലേ? എല്ലാം ഞാൻ ഉടനെ തീർത്തു തരുന്നുണ്ട്. സുധീഷ് ദേഷ്യത്തിൽ ഭാര്യയെ എന്തൊക്കെയോ തെറിവിളിച്ചു. ദുബായിൽ സ്വന്തമായി ബിസിനസ് നടത്തുകയാണ് സുധീഷ്. ഓരോരോ തിരക്കുകൾ കാരണം അയാൾ നാട്ടിൽ പോയിട്ട് 3 വർഷം കഴിഞ്ഞു. ആദ്യമൊക്കെ ഇടയ്ക്കിടെ നാട്ടിൽ പോയി ഭാര്യയെ, അമ്പിളിയെയും മക്കളെയും കണ്ടിരുന്ന സുധീഷ് പതിയെ പതിയെ ഓരോരോ തിരക്കുകൾ പറഞ്ഞ് നാട്ടിലേക്ക് പോകാതെയായി. അയാളുടെ തിരക്കുകൾ മനസ്സിലാകുന്നതുകൊണ്ടാണ് ഭാര്യയും മക്കളും നാട്ടിലേക്ക് വരുന്നതിനെക്കുറിച്ച് തന്നോട് ചോദിക്കാത്തതെന്ന് സുധീഷ് കരുതിയിരിക്കുകയായിരുന്നു. അപ്പോഴാണ് മൂത്ത മകൾ കുഞ്ഞാറ്റയിൽ നിന്ന് അയാൾക്ക് ഇങ്ങനെയൊക്കെ കേൾക്കേണ്ടി വന്നത്. സുധീഷിനും അമ്പിളിക്കും 2 മക്കളാണ്. മൂത്തത് കുഞ്ഞാറ്റ 10ൽ പഠിക്കുന്നു, ഇളയ മകൻ 8ലും. അവരുടെ കല്യാണം കഴിഞ്ഞിട്ട് 16 വർഷമാകുന്നു. സുധീഷിന് ഭാര്യ ജോലിക്ക് പോകുന്നത് ഇഷ്ടമല്ലാത്തതുകൊണ്ട് അവൾ കഴിഞ്ഞ 16 വർഷമായി എവിടെയും ജോലിക്ക് പോകുന്നില്ലായിരുന്നു. BEd വരെ പഠിച്ചതാണ് അമ്പിളി. പക്ഷെ ഭർത്താവിന് ഇഷ്ടമില്ലാത്തതുകൊണ്ട് അയാളെ എതിർത്ത് ജോലിക്ക് പോകാൻ അവൾക്ക് പേടിയായിരുന്നു. താനൊന്ന് കണ്ണുരുട്ടി നോക്കിയാലോ, ഒച്ച ഉയർത്തിയാലോ പേടിച്ച് ചൂളി നിൽക്കുന്ന ഭാര്യയ്ക്ക് തന്നെ എതിർക്കാനോ താനറിയാതെ ഓരോന്ന് ചെയ്യാനും എങ്ങനെ ധൈര്യം വന്നെന്നോർത്തിട്ട് സുധീഷിന് മനസ്സിലായില്ല. ഉടനെ തന്നെ നാട്ടിലേക്ക് പോയി അമ്പിളിയെ കൈയോടെ പൊക്കി നാട്ടുകാരുടെയും ബന്ധുക്കളുടെയും മുന്നിൽ നാറ്റിച്ച ശേഷം ഡിവോഴ്സ് നൽകി വീട്ടിൽ നിന്ന് ഇറക്കി വിട്ടിട്ട് മക്കളെ ബോർഡിങ്ങിലാക്കി തിരിച്ചു വരണമെന്ന് സുധീഷ് പ്ലാൻ ചെയ്തു. അങ്ങനെ പിറ്റേ ദിവസം തന്നെ അവൻ നാട്ടിലേക്ക് ടിക്കറ്റ് എടുത്തു. നാട്ടിൽ വരുന്ന വിവരം ആരെയും അറിയിക്കാത്തതുകൊണ്ട് സുധീഷ് എയർപോർട്ടിൽ നിന്ന് ഒരു ടാക്സി പിടിച്ചാണ് വീട്ടിലേക്ക് പോയത്. അവൻ വീട്ടിലെത്തുമ്പോൾ സമയം ഉച്ചയ്ക്ക് 12 കഴിഞ്ഞതിനാൽ അവിടെ ആരും ഉണ്ടായിരുന്നില്ല. എങ്കിലും വീടിന്റെ താക്കോൽ എപ്പോഴും വെക്കുന്ന ചെടിച്ചട്ടിയുടെ കീഴിലുണ്ടായിരുന്നതുകൊണ്ട് അവൻ അതെടുത്ത് വാതിൽ തുറന്ന് അകത്ത് കയറി. പിന്നീട് സുധീഷ് മക്കൾ വരാനായി കാത്തിരുന്നു. വൈകുന്നേരം 4 മണിയായപ്പോൾ കുട്ടികൾ 2ഉം സ്കൂൾ ബസ്സിൽ ഗേറ്റിനു മുന്നിൽ വന്നിറങ്ങി. അവരെ കണ്ടതും സുധീഷ് ഉമ്മറത്തേക്ക് ഇറങ്ങി നിന്നു. അപ്രതീക്ഷിതമായി അവനെ കണ്ടതും മക്കൾ 2 ഞെട്ടി. അച്ഛനെന്താ പറയാതെ വന്നേ? സർപ്രൈസ് ആയല്ലോ, കുഞ്ഞാറ്റയും അപ്പവും ചോദിച്ചു. നിങ്ങളുടെ അമ്മയുടെ കള്ളത്തരം കയ്യോടെ പിടിക്കാനാ പറയാതെ വന്നത്. അവളെപ്പോഴാ വരിക? സുധീഷ് ചോദിച്ചു. അമ്മ ഒരു 5 മണിയാകുമ്പോൾ എത്തും. ആരോ ദിവസവും കാറിൽ ഇവിടെ കൊണ്ട് വിടാറാ പതിവ്, കുഞ്ഞാറ്റയാണ് പറഞ്ഞത്. അവളിങ്ങും വരട്ടെ, ഞാനെല്ലാം ശരിയാക്കുന്നുണ്ട്. അങ്ങനെ കൃത്യം 5 മണിയായപ്പോൾ വീടിന് മുന്നിൽ ഒരു കാർ വന്ന് നിന്നു. കാർ നിർത്തി അടുത്ത നിമിഷം തന്നെ കോ ഡ്രൈവിംഗ് സീറ്റിലെ ഡോർ തുറന്ന് അമ്പിളി ഇറങ്ങി. അവൾ വന്നിറങ്ങുന്നത് കണ്ടതും സുധീഷ് അമ്പിളിയെ കൊണ്ടുവിട്ടത് ആരാണെന്നറിയാനായി മുറ്റത്തേക്കിറങ്ങി. അപ്പോഴേക്കും ഡ്രൈവിംഗ് സീറ്റിൽ നിന്നും സുധീഷിന്റെ അച്ഛൻ മോഹനൻ പുറത്തേക്കിറങ്ങിയിരുന്നു. പെട്ടെന്ന് അച്ഛനെ മുന്നിൽ കണ്ടതും അവനൊന്നു പതറി. എന്താ മോനെ, എന്നെ തീരെ പ്രതീക്ഷിച്ചില്ല അല്ലേ? മോഹനൻ ചോദിച്ചു. അത് പിന്നെ അച്ഛാ, ഞാൻ... സുധീഷ് പതറി. പെട്ടെന്ന് 5-6 കാറുകളിലായി അമ്പിളിയുടെയും സുധീഷിന്റെയും ബന്ധുക്കൾ കൂടി അവിടേക്ക് വന്നു. എല്ലാവരെയും ഒരുമിച്ച് പെട്ടെന്ന് കണ്ടപ്പോൾ അവന് ചെറിയൊരു പന്തികേട് തോന്നി. 3 വർഷത്തിനു ശേഷമല്ലേ സുധിയേട്ടൻ വരുന്നത്. എല്ലാവരും ഒന്ന് ചേട്ടനെ കാണാൻ വന്നതാ. ഞാൻ വീട്ടിൽ ക്യാമറ വെച്ചിട്ടുള്ളത്. ഇവിടെ ആര് വന്നാലും എനിക്ക് ഫോണിലൂടെ കാണാൻ പറ്റും. സുധിയേട്ടൻ ഉച്ചയ്ക്ക് വന്നത് ഞാൻ കണ്ടു. ഞാൻ വിളിച്ചു പറഞ്ഞിട്ടാ എല്ലാവരും വന്നത്. നമുക്ക്
അകത്തിരുന്ന് സംസാരിക്കാം. സുധീഷിനോട് പറഞ്ഞിട്ട് എല്ലാവരെയും ക്ഷണിച്ച ശേഷം അമ്പിളി അകത്തേക്ക് പോയി. ബന്ധുക്കളെല്ലാവരും ഹാളിൽ വന്നിരുന്നപ്പോൾ കുഞ്ഞാറ്റ ഒരു പെൻഡ്രൈവ് ടിവിയിൽ കണക്ട് ചെയ്തു. സുധീഷിന്റെ മനസ്സിൽ അപായമണി മുഴങ്ങി തുടങ്ങി. ഭാര്യയുടെ അഭീതം കൈയോടെ പൊക്കി വീട്ടിൽ നിന്ന് അടിച്ചിറക്കാൻ റെഡിയായി വന്ന അവന് എന്തുകൊണ്ടോ ഒരക്ഷരം മിണ്ടാൻ കഴിഞ്ഞില്ല. എല്ലാവരെയും ഇന്ന് ഇങ്ങോട്ട് വിളിച്ചു വരുത്തിയത് ഒരു കാര്യം പറയാനാണ്. ഇന്നത്തോടെ ഞാൻ എൻ്റെ ഭർത്താവുമായുള്ള എല്ലാ ബന്ധവും ഉപേക്ഷിക്കുകയാണ്. അതിൻ്റെ കാരണം ഈ ആൾക്ക് ദുബായിൽ വേറെ ഭാര്യയും കുട്ടിയും ഉള്ളതുകൊണ്ടാണ്. അമ്പിളി എല്ലാവരും കേൾക്കാൻ പറഞ്ഞു. ഛീ, നീ എന്താ പറഞ്ഞത്? നീയല്ലേ ഇവിടെ കണ്ടവന്മാരുടെ കൂടെ അഴിഞ്ഞാടി നടന്നത്? എന്നെ അറിയാതെ നീ ഏതോ ഉദ്യോഗത്തിനും പോകുന്നുണ്ടെന്ന് ഞാൻ കേട്ടല്ലോ. ഇതൊക്കെ നമ്മുടെ മോള് പറഞ്ഞു തന്നെയാ ഞാൻ അറിഞ്ഞത്. ഞാൻ നിന്റെ കള്ളത്തരം കയ്യോടെ പിടിക്കാൻ നാട്ടിൽ വന്നെന്ന് മനസ്സിലാക്കിയപ്പോൾ നീ എന്നെ പെടുത്താൻ നോക്കുവാണോടി? സുധീഷ് അമ്പിളിയെ അടിക്കാനായി അവളുടെ അടുത്തേക്ക് പാഞ്ഞു ചെന്നു. അവളെ തൊട്ടുപോകരുത്, സുധീഷിന്റെ അച്ഛൻ അവന്റെ കയ്യിൽ പിടിച്ചുകൊണ്ട് പറഞ്ഞു. അച്ഛനും ഇവള് പറഞ്ഞത് വിശ്വസിച്ചിരിക്കുകയാണോ? ഇവർക്ക് വേറെ ബന്ധമുണ്ടെന്ന് എന്നെ വിളിച്ചു പറഞ്ഞത് ഞങ്ങളുടെ കുഞ്ഞാറ്റയാണ്. അതുകൊണ്ട് അച്ഛൻ അവളോട് തന്നെ നേരിട്ട് ചോദിച്ചു നോക്കൂ. ഞാൻ അങ്ങനെ കള്ളത്തരം പറഞ്ഞത് അമ്മ പറഞ്ഞിട്ടാ. അങ്ങനെ കേട്ടാലേ അച്ഛൻ നാട്ടിൽ വരുള്ളൂ എന്ന് അമ്മ പറഞ്ഞു. അമ്മയ്ക്ക് വേറെ ബന്ധമുണ്ടെന്ന് കേട്ടതുകൊണ്ടല്ലേ അച്ഛൻ നാട്ടിൽ വന്നത്. അച്ഛൻ്റെ ദുബായിലെ ജീവിതമൊക്കെ ഞങ്ങൾ അറിഞ്ഞു. കുഞ്ഞാറ്റയുടെ മുഖത്ത് പരിഹാസം നിറഞ്ഞു. അപ്പോഴേക്കും ടിവിയിൽ ഒരു വീഡിയോ പ്ലേ ആകാൻ തുടങ്ങി. അതോടെ മക്കൾ മുഖം തിരിച്ചു നിന്നു. സുധീഷ് അവന്റെ കമ്പനിയിൽ ജോലി ചെയ്യുന്ന ഒരു യുവതിയുമായി സ്വകാര്യ നിമിഷങ്ങൾ പങ്കിടുന്നതും അടുത്തിടപഴകുന്നതും അവർ ഒരുമിച്ച് നടക്കുന്നതും ഗർഭിണിയായ അവളെ ആശുപത്രിയിൽ കൊണ്ടുപോകുന്നതും പിന്നീട് കുഞ്ഞിനെയും അവളെയും കൂട്ടി മാളിൽ കറങ്ങുന്ന ദൃശ്യങ്ങളൊക്കെ ആയിരുന്നു അതിൽ. സുധീഷിനെ മറ്റൊരു ബന്ധമുണ്ടെന്ന് അമ്പിളി പറഞ്ഞപ്പോൾ അവന്റെ ബന്ധുക്കൾ ആരും വിശ്വസിച്ചിട്ടുണ്ടായിരുന്നില്ല. അതുകൊണ്ടാണ് തെളിവ് സഹിതം കാണിക്കാൻ എല്ലാവരെയും അവൾ വിളിച്ചു വരുത്തിയത്. സുധീഷിന്റെ അച്ഛനെയും അമ്മയെയും നേരത്തെ തന്നെ ഇതൊക്കെ കാണിച്ചതിനാൽ അവർക്ക് മകന്റെ കള്ളത്തരം ബോധ്യപ്പെട്ടിരുന്നു. നിങ്ങൾ ഓഫീസിൽ ജോലി ചെയ്യുന്ന ഒരു പെണ്ണുമായി ബന്ധത്തിലാണെന്നും അവൾ നിങ്ങളുടെ കൂടെയാണ് താമസിക്കുന്നത് എന്നും ഞാൻ അറിഞ്ഞിരുന്നു. എന്റെ കൂട്ടുകാരിയാണ് അത് പറഞ്ഞത്. നേരിൽ കണ്ടാൽ വിശ്വസിക്കുമെന്ന് ഞാൻ വാശി പിടിച്ചപ്പോൾ അവൾ തന്നെയാണ് അവിടെ വരുത്തിയത്. കഴിഞ്ഞ 6 മാസമായി ഞാൻ നിങ്ങളുടെ പിന്നാലെ തന്നെ ഉണ്ടായിരുന്നു സുധിയേട്ടാ. തെളിവിന് വേണ്ടി ഞാൻ തന്നെയാണ് ഇതെല്ലാം നിങ്ങളറിയാതെ ഷൂട്ട് ചെയ്തത്. നിങ്ങൾ താമസിക്കുന്ന ഫ്ലാറ്റിന്റെ ഓപ്പോസിറ്റ് ഫ്ലാറ്റിലാണ് ഞാൻ കഴിഞ്ഞ 6 മാസവും താമസിച്ചത്. അവളുമായി ബന്ധത്തിലായതിനു ശേഷം നിങ്ങൾ ഞങ്ങളെല്ലാം മറന്നവിടെ ജീവിക്കാൻ തുടങ്ങിയത്. മാസാമാസം കാശ് അയച്ചു തന്നാൽ എല്ലാമായി എന്ന് നിങ്ങൾ വിചാരിച്ചു. നാട്ടിലാരും ഒന്നും അറിയില്ല എന്നും കരുതിയല്ലേ? നിങ്ങളുടെ കൂടെയുള്ള ആ പെണ്ണ് നിങ്ങളുടെ ഓഫീസിലെ വെറും ജോലിക്കാരിയല്ലായിരുന്നു. അവൾ നിങ്ങളുടെ പൂർവ്വ കാമുകിയായിരുന്നുവെന്നും എനിക്കറിയാം. നിങ്ങൾക്ക് അവളോടൊപ്പം ഒരുമിച്ച് ജീവിക്കണമെന്ന് ആഗ്രഹമുണ്ടായിരുന്നെങ്കിൽ എന്നെ അങ്ങ് ഒഴിവാക്കാമായിരുന്നു. പക്ഷെ അങ്ങനെ ചെയ്താൽ നിങ്ങളുടെ കുടുംബസ്വത്ത് കിട്ടില്ല എന്ന് പേടിച്ചല്ലേ നിങ്ങൾ ഞാനുമായുള്ള ബന്ധം ഉപേക്ഷിക്കാതെ ഇരുന്നത്? അമ്പിളിയുടെ വാക്കുകൾ കേട്ട് സുധീഷ് നാണക്കേടുകൊണ്ട് മുഖം താഴ്ത്തി നിന്നു. അപ്പോഴാണ് സുധീഷിന്റെ അച്ഛൻ പാഞ്ഞു വന്ന് അവന്റെ കവിളിൽ ആഞ്ഞടിച്ചത്. ഇപ്പത്തന്നെ ഇവിടെ നിന്നിറങ്ങിക്കോ നീ. ഇനി ഞങ്ങൾക്ക് ഇങ്ങനെ ഒരു മകനില്ല. ഈ വീടുമെല്ലാം ഞാൻ അമ്പിളിയുടെയും മക്കളുടെയും പേരിൽ എഴുതി വെച്ചു കഴിഞ്ഞു. അതുകൊണ്ട് ഇത് കിട്ടാൻ വേണ്ടി നീ ഇനി നാടകം കളിക്കണമെന്നില്ല, സുധീഷിന്റെ അച്ഛൻ ഉറക്കെ പറഞ്ഞു. അച്ഛനെ ഞങ്ങൾക്കിനി കാണണ്ട. പുതിയ ഭാര്യയോടൊപ്പം സുഖമായി ജീവിച്ചോ. മക്കളും സുധീഷിനെ തള്ളി പറഞ്ഞു. അതോടെ തീർത്തും പരാജിതനായ സുധീഷ് നാണക്കേടോടെ ആ വീടിന്റെ പടി. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യൂ. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റായി രേഖപ്പെടുത്തൂ. കൂടുതൽ കഥകൾ കേൾക്കാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.